ബോധമനസ്സിൻ്റെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, മുൻഗണനകളെ അറിയുന്നതിനോടൊപ്പം ആത്മാവിൻ്റെ ആവശ്യങ്ങളും മുൻഗണനകളും കൂടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥപൂർണ്ണമാകുന്നത്. ഇഷ്ടമുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബാഹ്യമായ സന്തോഷം നൽകും. അത് തന്നെ കാണുന്നവരെയും കേൾക്കുന്നവരെയും ഒക്കെ സന്തോഷിപ്പിക്കലുമാകാം. എന്നാൽ ഇതെല്ലാം ഉണ്ടായാലും ഒരു വ്യക്തിക്ക് സന്തോഷം അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവിടെ ആവശ്യം ആനന്ദമാണ്. ഈ ആനന്ദം ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ആത്മാവിനെ കൂടി അറിയുന്നവനെ യഥാർത്ഥ സന്തോഷം അനുഭവവേദ്യമാകുകയുള്ളൂ. അതിനായി ആത്മാവിനെ സ്വസ്ഥമാക്കാനും ശാന്തമാക്കാനും ശീലിക്കുക. ഇതിനായി ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി കുറച്ച് സമയം ആത്മാവിനോട് കൂട്ടുകൂടാം, കുശലം പറയാം. സെൽഫ് ടോക്ക്. ഈ സെൽഫ് ടോക്ക് അഥവാ സ്വയം സംസാരം നിർണായക ഘട്ടങ്ങളിൽ ആപ്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനും കൂടുതൽ നിരാശ ബാധിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഒരു പ്രചോദനം നൽകാനും സഹായിക്കും. ആത്മാവിൻ്റെ സംഗീതം എന്താണെന്നറിയുക. അത് ചിലപ്പോൾ ഒരു പ്രാർത്ഥനാഗീതമാകാം, ഒരു മെലഡിയാകാം. അത് കേൾപ്പിക്കുക. ബോധപൂർവം കണ്ണുകളടച്ച് ആത്മാവിനെ അറിയുക. ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. ഇനി നമുക്കിഷ്ടമുള്ള മേഖലകളിൽ, അതായത് നമുക്ക് പാഷനുള്ള കാര്യങ്ങളിൽ ഗോളുകൾ സെറ്റ് ചെയ്ത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് മുന്നേറുകയും പ്രകൃതിയോടെ കൂടുതൽ ഇണങ്ങി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മാവിനെ കൂടുതൽ സന്തോഷിപ്പിക്കാനാകും. 8ാമത് തവണയും തുടർച്ചയായി ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഫിൻലാൻഡിനെയാണ്. ഈ ഫിൻലാൻഡിലെ ജനങ്ങളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം അവരുടെ ജീവിതശൈലിയായ സിസു ആണ്. SISU, സിസു. സിസു എന്നാൽ മലയാളത്തിൽ ഇച്ഛാശക്തി അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് എന്നൊക്കെ പറയാം. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, അതികഠിനമായ ശൈത്യം, ജോലിയിലെ സമ്മർദ്ദം എന്നിവ വിജയകരമായി തരണം ചെയ്യുന്നതിനുള്ള ഫിൻലൻഡുകാരുടെ ആറ്റിറ്റ്യൂഡിനെയാണ് അല്ലെങ്കിൽ മനോഭാവത്തെയാണ് സിസു എന്ന് പറയുന്നത്. ഇവരുടെ സന്തോഷത്തിൻ്റെ മറ്റൊരു രഹസ്യം പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതമാണ്. അവിടെ 75% വനപ്രദേശമാണ്, തടാകങ്ങളുമുണ്ട്. ഈ വനത്തിലും തടാകത്തിലുമൊക്കെ സമയം ചെലവഴിക്കുക, കോൾഡ് വാട്ടർ സ്വിമ്മിങ്, കാട്ടിൽ കൂടി നടക്കുക, ഇതെല്ലാം ഇവരുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്നെ കൂടുതൽ ഇംപ്രസ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇവരുടെ സൗന സംസ്കാരമാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ സൗന സംസ്കാരം. മരപ്പലകൾ കൊണ്ടുണ്ടാക്കിയ റൂമിൽ ഒരു ഫർണസ് ഉണ്ടാകും. അതിൽ മരത്തടി അടുക്കി കത്തിക്കുന്നതിനുള്ള വാതിലോട് കൂടിയ ഒരു ഭാഗവും മുകളിൽ പാറക്കഷണങ്ങളുമായിരിക്കും. തീ കത്തിച്ച് ഫർണസിൻ്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ശേഷമായിരിക്കും സ്റ്റീം ബാത്തിനായി ആ റൂമിൽ കയറുക. സോനയിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. നന്നായി വെള്ളം കുളിക്കുക. ദെൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവുമായി വേണം സോനയിലേക്ക് കയറുന്നത്. ഈ വെള്ളം കുറേശ്ശെ ഹോട്ടായിരിക്കുന്ന പാറയിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളം നീരാവിയായി 60 മുതൽ 80 ഡിഗ്രി സെൽഷ്യസ് ചൂട് ആ മുറിക്കുള്ളിൽ അനുഭവപ്പെടുകയും അതിലുള്ള വ്യക്തികൾ നീരാവിയിൽ കുളിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത, പൂർണ്ണ നഗ്നരായിട്ടായിരിക്കും സോന ബാത്ത് എടുക്കുന്നത്. യൂക്കാലി മരത്തിൻ്റെ അല്ലെങ്കിൽ ബിർച്ച് മരത്തിൻ്റെ ഇലകൾ ഉപയോഗിച്ച് ശരീരത്തിൽ തല്ലി ഡെഡ് സ്കിൻ കളയാറുണ്ട്. ഈ നീരാവി കുളിക്ക് ശേഷം പുറത്ത് തടാകത്തിലെ ഐസ് വെള്ളത്തിൽ നീന്തുകയോ ഐസ് ശരീരത്തിൽ അപ്ലൈ ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ തണുപ്പറിയുന്നേയില്ല. സുഖകരമായ ഒരു അനുഭവമായിരിക്കും. നമ്മൾ കേരളീയർ വർഷത്തിലൊരിക്കൽ കർക്കിടക മാസത്തിലാണ് സുഖചികിത്സയ്ക്ക് പോകാറുള്ളത്. എന്നാൽ ഫിൻലൻഡിലെ ജനങ്ങൾ 95% ആളുകളും അവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സോന ബാത്ത് എടുക്കാറുണ്ട്, അവരുടെ മനസ്സും ശരീരവും ഫ്രഷാക്കാൻ വേണ്ടി. സോന ബാത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അതായത് മെറ്റബോളിസം, കാർഡിയാക് ഫങ്ഷനൊക്കെ ഇമ്പ്രൂവ് ആകും, ഉറക്കം കൂടും, സ്ട്രെസ്സ് കുറയും, ശരീരത്തിലെ ഡെഡ് സ്കിൻ എല്ലാം പോയിട്ട് ആൻറ്റി ഏജിങ്ങിന് ഇതൊരു ബെസ്റ്റ് ഔഷധം കൂടിയാണ്. കൂടാതെ ഫിൻലൻഡുകാരുടെ പരസ്പര വിശ്വാസവും സർക്കാരിലുള്ള വിശ്വാസവും കുറ്റകൃത്യങ്ങളുടെ റേറ്റ് കുറവായതും അവരുടെ ജീവിതം വളരെ സന്തോഷകരമാക്കുന്നു. ഇവർക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. അതായത് ജോലി സമയം കഴിഞ്ഞ് കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നു. ഫിൻലൻഡുകാർ അവരുടെ സന്തോഷം കണ്ടെത്തുന്നത് ഈ രീതിയിലൊക്കെയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നത് ഏത് രീതിയിലാണെന്ന് കമൻറ്റ് ചെയ്യുക.